ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിലെ കർത്താവായ യേശു ക്രിസ്തു താൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ആവർത്തിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഭയപ്പെടണ്ട എന്ന വാക്കാണ്. ഭയപ്പെടണ്ട. കർത്താവിൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു പദം പോലെ നമ്മൾ സുവിശേഷങ്ങളിലെ കർത്താവിൻ്റെ ജീവിതത്തെ അനുധാവനം ചെയ്യുമ്പോൾ നമുക്ക് ഈ പദം കാണാനായിട്ട് കഴിയും. എന്താ? താനെ വെള്ളത്തിന്മേൽ നടന്നു വന്നു, ശിഷ്യന്മാർ ഇതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിക്കുന്നു. കർത്താവ് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഒരാളെ അഭിമുഖീകരിക്കുന്നു, ആ ആള് വിഷമത്തിലാണ്, കർത്താവിനെ അറിയാം. കർത്താവ് പറയുന്നു, നിനക്ക് സമാധാനം, ഭയപ്പെടണ്ട. ഭയപ്പെടണ്ട എന്ന് കർത്താവ് കൂടെ കൂടെ പറയാറുണ്ട്. ഇവിടെ നോക്കുക, മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാമത്തെ അധ്യായത്തിലെ ശിഷ്യന്മാരെ, 12 അപ്പോസ്തലന്മാരെയും ഒക്കെ ജാതികളുടെ അടുക്കൽ പോകണ്ട, പക്ഷേ ഇസ്രായേൽ ഗൃഹത്തിലേക്ക് കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് പോകുവീൻ എന്ന് പറഞ്ഞ് അവർക്ക് ഈ സുവിശേഷത്തിന്റെ ഒരു ദിവ്യ നിയോഗം കൊടുത്ത് അവരെ അയക്കുമ്പോൾ അവരുടെ മനസ്സിൽ കടന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവിനൊരു ബോധ്യമുണ്ടായിട്ട് കർത്താവ് പറയുന്നു. അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നോക്കുക, അവിടെ കർത്താവ് പറയുന്നു ഭയപ്പെടണ്ട. അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് വീണ്ടും പറയുന്നു ഭയപ്പെടണ്ട. 31-ാമത്തെ വാക്യത്തിൽ ഭയപ്പെടണ്ട. പ്രിയപ്പെട്ടവരെ, സാധാരണ പറയാറുള്ള പോലെ, നമ്മൾ പറയാറുള്ള പോലെ 3 വട്ടം ആവർത്തിച്ച് പറഞ്ഞ് അതങ്ങ് ഉറപ്പിക്കുന്ന പോലെ ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് നമുക്ക് വീണ്ടും പറയാം, കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് തുടക്കത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കെന്തായിരിക്കും? മോനെ ഭയപ്പെടണ്ട, മോളെ ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഭയപ്പെടണ്ട എന്ന് കർത്താവ് പറയുമ്പോൾ അത് വെറും ഒരു വാക്കല്ല. കാരണം ഈ മുഴുവൻ സാഹചര്യങ്ങളെ അറിഞ്ഞ് അതിനെ നിയന്ത്രിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് ഭയപ്പെടണ്ട എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ഭംഗിവാക്കല്ല. താൻ എന്താ പറയുന്നതെന്ന് തനിക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വാക്കുകളിൽ ഉറയ്ക്കാം. നമുക്ക് പറയാം, കർത്താവ് ഭയപ്പെടണ്ട എന്ന് അന്ന് പറഞ്ഞത് അന്നത്തേക്ക് മാത്രമുള്ളതല്ല. അല്ലെങ്കിൽ അന്ന് ഈ സന്ദേശവുമായിട്ട് ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് മാത്രമുള്ള ഒരു കാര്യമല്ല, തൻ്റെ സഭയോട്, ഈ കാലഘട്ടത്തിലും ഉള്ള തൻ്റെ ആ നിലയിലുള്ള ശിഷ്യന്മാരായ ഞങ്ങളോട് വ്യക്തിപരമായിട്ട് കർത്താവ് പറയുന്നു ഭയപ്പെടണ്ട എന്ന് പറയും. സഹോദര, ഇന്ന് നിന്റെ ഹൃദയത്തില് ഇത് കർത്താവിൽ നിന്ന് തന്നെ ഉള്ള ഒരു വചനമായിട്ട്, കർത്താവിൻ്റെ വചനത്തെ റീമാ ലോഗോസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, വ്യക്തിപരമായിട്ട് കേവലം ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു വചനമായിട്ടല്ല, നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന ഒരു വചനമായിട്ട് ഭയപ്പെടണ്ട. ചില സാഹചര്യങ്ങളിൽപ്പെട്ട് കുടുംബജീവിതത്തിൽ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ സമൂഹത്തില് പല നിലയിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലേക്ക് മെല്ലെ ഭയം അരിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിഷമത്തോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൽ നിന്ന് തന്നെ ഇന്ന് കേൾക്കുക, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട എന്ന് കർത്താവ് പറയുന്നു. അപ്പൊ പറയും, ഇത് കർത്താവ് ഭൂമി വന്നപ്പം പറഞ്ഞ ഒരു വാക്കാണല്ലോ. അങ്ങനെയല്ല, കർത്താവിന്റെ ഇതൊരു പ്രിയപ്പെട്ട പദമാണ്. കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയിട്ടും ആദ്യം ഈ ആളുകളെ കാണുമ്പോഴും അന്നേരവും ഈ പദം മറന്നിട്ടില്ല. നോക്കുക, അതിന്റെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ തന്നെ 28-ാമത്തെ അധ്യായത്തില് അതിൻ്റെ കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ 9-ാമത്തെ കർത്താവ് അവരോട് 10-ാമത്തെ വാക്യം, അവര് കർത്താവിനെ കണ്ടു, ഉടനെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട് ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട എന്ന് അവരോട് പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് ഇവിടെ സുവിശേഷം കർത്താവ് അതിൻ്റെയൊക്കെ സന്ദേശവും
ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് ആളുകളോട് സംസാരിച്ച കാലത്തുള്ള ഒരു പദപ്രയോഗമായിരുന്നു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി. ഇനിയിപ്പം ഈ വാക്ക് കർത്താവ് പറയുകയില്ല എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അല്ല, അല്ല. കർത്താവ് തന്റെ മനുഷ്യത്വം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ടല്ല പോയത്. ഇന്നും അവിടുന്ന് പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്. അവിടുന്ന് കഴിഞ്ഞ കാലത്ത് ഭയപ്പെടണ്ട എന്ന് അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞെങ്കിൽ ഇന്ന് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ആ പദം വീണ്ടും നമ്മളോട് പറയും, ഭയപ്പെടേണ്ട. ഇവിടെ ഇതാ ശിഷ്യന്മാരുടെ മനസ്സിൽ 28-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ കർത്താവ് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു. അവരുടെ മനസ്സിൽ അവരൊരു തരത്തില് അനാഥരായ പോലൊക്കെ അവർക്ക് ചിന്തയുണ്ട്. അതിന്റെ മധ്യത്തില് ഇതാ ദൂതൻ അവരെ കാണുമ്പോഴും പറയുന്നു. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ കല്ലറയിൽ കാണുന്ന സ്ത്രീകളോട് ദൂതനും പറയുന്നത് ഭയപ്പെടണ്ട എന്നാണ്. 10-ാമത്തെ വാക്യത്തിൽ യേശു സംസാരിച്ചു തുടങ്ങുമ്പോഴും പറയുന്നത് ഭയപ്പെടണ്ട എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ദൈവവചനമാണ് നമുക്ക് ധൈര്യം തരുന്നത്. നമ്മൾ കേവലം ചില കാര്യങ്ങൾ ആലോചിച്ച് ഉറച്ച് ധൈര്യപ്പെടാനായിട്ട് കഴിയില്ല. ദൈവവചനം ഇന്ന് നമ്മളോട് വ്യക്തിപരമായി പറയുന്നു, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് പോലെ ആവർത്തിക്കുന്ന മറ്റൊരു വാക്കിനെ കുറിച്ചും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. 6-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം നോക്കുക. വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്. ഭയം പോലെ തന്നെ മനുഷ്യ മനസ്സിൽ കടന്നു വരാവുന്ന മറ്റൊരു കാര്യമാണ് ആകുല ചിന്ത. വിചാരം മനസ്സിൽ വരരുതെന്ന് പറയാൻ ഒക്കുകയില്ല. വിചാരം മനുഷ്യരായിരിക്കുമ്പോ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും കണക്കുകൂട്ടലും പ്ലാനിങ്ങും ഒക്കെ വരാം. അത് സ്വാഭാവികമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടില്ല. കുഞ്ഞിനെ സ്കൂളിൽ വിടണം, അതിന്റെ കാര്യം നോക്കണം, അത് ഏത് സ്കൂളാ, ഏതാ നല്ലത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിനെക്കുറിച്ച് എന്ത് വേണ്ട? വിചാരപ്പെടൽ വേണ്ട, ആശങ്ക വേണ്ട, ആകുല ചിന്ത വേണ്ട. ഇവിടെ ഇതാ അതിന്റെ കർത്താവ് പർവ്വത പ്രസംഗത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു തുടങ്ങുന്നു, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. ഡോണ്ട് ബി ആങ്ഷ്യസ്. അതിനെക്കുറിച്ച് വിചാരപ്പെടണ്ട, ആകുല ചിന്ത വേണ്ട എന്ന് പറയുന്നു. ഈ ആകുല ചിന്ത വേണ്ട എന്ന് കർത്താവ് പറയുന്നത് എന്തിനെ കുറിച്ചാ? അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അപ്പോ മനുഷ്യ മനസ്സിൽ നാളെ എന്ന് പറയുമ്പം സ്വാഭാവികമായി അതിനോട് ചേർന്ന് ഭയമോ ആശങ്കയോ ഒക്കെ വരാം, ഇല്ലേ? നാളെ നാളെ എന്ന് പറയുമ്പോ അവിടെ ഒരു അനിശ്ചിതത്വമുണ്ട്. നാളെ എന്താ സംഭവിക്കുക എന്ന് അറിഞ്ഞൂടാ, അല്ലേ? ആ അനിശ്ചിതത്വമാണ് നമുക്ക് പലപ്പോഴും ആശങ്കയും വിചാരപ്പെടലും ഭയവും കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് ആ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നു, നാളത്തെ ഓർത്ത് നീ വിചാരപ്പെടണ്ട, നാളത്തെ ഓർത്ത് വിചാരപ്പെടണ്ട. നാളെ എന്ന് പറയുന്നത് ഭാവിയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും തങ്ങളുടെ ഭാവി ഓർത്ത്, നാളെയെ ഓർത്ത് വിചാരപ്പെടുന്നുണ്ടോ? കർത്താവ് ഇതാ പറയുന്നു, നാളേക്കായി വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്. കണ്ടോ? അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലോട്ട് നമ്മൾ ചെല്ലുമ്പോ ഇതിലും നമ്മൾ നേരത്തെ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലെ 3 വട്ടം ഭയപ്പെടണ്ട എന്ന് കണ്ട പോലെ ഈ മത്തായി 6-ല് നമ്മൾ 3 വട്ടം വിചാരപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 31-ാമത്തെ വാക്യം, ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്. നേരത്തെ 34-ാമത്തെ വാക്യത്തിൽ നാളത്തെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറയുമ്പോ 31-ാമത്തെ വാക്യത്തിൽ ഇന്നയെ കുറിച്ച് വിചാരപ്പെടേണ്ട എന്നാ ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഫ്യൂച്ചറിനെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് 34-ൽ പറയുമ്പോ
ഇവിടെ ഇതാ പ്രസന്റിനെ കുറിച്ചും വിചാരപ്പെടണ്ട എന്നാണ് ഇവിടെ 31 പറയുന്നത്. എന്താ നമ്മൾ അങ്ങനെ പറയുന്നതിന് കാരണം? ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, അതെപ്പോഴാ? അതിപ്പോഴാ അല്ലേ നമ്മുടെ മുമ്പില് ഇന്ന്. അമ്മമാരൊക്കെ രാവിലെ വീട്ടില് എന്തുവാ ഇന്ന് കൊച്ചിന് കൊടുത്തയക്കുന്നത്? എന്ത് കഴിക്കും? കുഞ്ഞ് മലമാര തുറന്ന് ഡ്രസ് ചെയ്യാൻ തുടങ്ങുമ്പോ എന്തുടുക്കും? കണ്ടോ, ഇന്നേ സംബന്ധിച്ചിടത്തോളമുള്ള വിചാരപ്പെടൽ ഇങ്ങനെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ള വിചാരപ്പെടല. ഇവിടെ എന്ത് ഉടുക്കും എന്നുള്ളത് കവർ എന്നുള്ള ആ വാക്ക് അതായത് തിന്നുക, കുടിക്കുക, അതുപോലെ തന്നെ എന്താണ് ഉടുക്കുന്നത്, എന്തുകൊണ്ട് കവർ ചെയ്യും. ഇതിന്റെ മൂലഭാഷയില് ആ കവർ ചെയ്യുക എന്നുള്ളത് തലയ്ക്കു മേളിലുള്ള കവറിങ്ങിനെ കൂടി ഉദ്ദേശിക്കുന്ന വാക്കായിട്ടാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോ ഈ വാക്യം എന്തിനെ കൂടെ പറയുന്നു? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. തലയ്ക്ക് മുകളിലുള്ള കവറിങ് എന്താ? പാർപ്പിടമാണ്. അതും ഒരു കവറാണല്ലോ, ഒരു മുകളിലുള്ള ഒരു നമുക്ക് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ ഉള്ള ഒരു കവറിങ് ആണ്. അപ്പൊ ഉടുക്കും എന്നുള്ളത് അതോട് ഉൾക്കൊള്ളുന്നു എന്ന് പറയാറുണ്ട്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ വിചാരപ്പെടൽ പലതും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, അത് കേവലം കഴിക്കുന്നത് എന്താണെന്നുള്ളതിനപ്പുറത്ത് ഇന്ന് തിന്നണമെങ്കിൽ എന്ത് വേണം? പണം വേണം. കയ്യിൽ നോക്കുമ്പോ ആ നിലയിലില്ല, അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടായിരുന്നു, അത് നഷ്ടമായി പോയി. എന്താ ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിതം ഓരോ ദിവസവും മുന്നോട്ട് പോകും എന്നുള്ള ഇന്നേക്കുറിച്ചുള്ള വിചാരപ്പെടലിനെയാണ് ആ 31 വാക്യം പറയുന്നത്. കണ്ടോ, അതിനെയും എടുത്തു പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു വിചാരപ്പെടരുത് എന്ന് തന്നെ. അല്ലാതെ നാളത്തെക്കുറിച്ച് വിചാരപ്പെടണ്ട, ഇന്നത്തെക്കുറിച്ച് വിചാരപ്പെട്ടു എന്നല്ല പറഞ്ഞേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാളെക്കുറിച്ചും വിചാരപ്പെടണ്ട, ഇന്നേക്കുറിച്ചും വിചാരപ്പെടണ്ട. കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇത് മീൻ ചെയ്യുന്നു, അർത്ഥമാക്കുന്നു. സഹോദര സഹോദരി, നീ നാളെക്കുറിച്ച് വിചാരപ്പെടല്ലേ, നീ ഇന്നേക്കുറിച്ച് വിചാരപ്പെടല്ലേ. അതിന്റെ മുകളില് ഇതാ 25 വാക്യം, 6-ന്റെ 25 വാക്യത്തില് അവിടെയും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് വീണ്ടും പറയുന്നു. ഈ വിചാരപ്പെടലിനെ നമുക്ക് ജീവിതത്തിന്റെ ജീവനായിക്കൊണ്ട്, ശരീരത്തിനായിക്കൊണ്ട്, നമ്മുടെ ജീവൻ ഇതെങ്ങോട്ടായി കാര്യങ്ങൾ പോകുന്നത്, നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനെ, നമ്മുടെ ഒരു ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു വിചാരപ്പെടല്, അതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് അതും വേണ്ട എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഇല്ലേ കുഞ്ഞുങ്ങൾ? പലപ്പോഴും തൊട്ടു മുമ്പിലുള്ള കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ ഇന്നത്തെ കാര്യം അറിയാം. പക്ഷേ ഇങ്ങനെ പഠിച്ചു പോയി കുറച്ച് മുന്നോട്ട് പോയാൽ ഞാൻ എന്തായി തീരും, എന്തിലേക്കാണ് ഞാൻ ഈ പോകുന്നത്, ആത്യന്തികമായ ലക്ഷ്യം, ഡെസ്റ്റിനേഷൻ സംബന്ധിച്ചുള്ള ആ ഒരു വിചാരപ്പെടലിനെയാണ് ജീവനായിക്കൊണ്ടും, അതുപോലെ തന്നെ ശാരീരികമായ ആരോഗ്യത്തെക്കുറിച്ച് ചിലർ വിചാരപ്പെടാറുണ്ട്. ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നോക്കുക, ഒരുമാതിരിപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള എല്ലാ ആകുല ചിന്തകളും വരാവുന്ന കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ട് അതെല്ലാം വിശദീകരിച്ചിട്ട് പറയുന്നു, അതിനെ കൊണ്ട് വിചാരപ്പെടണ്ട. നീ നിന്റെ ജീവനായെ കൊണ്ട് വിചാരപ്പെടണ്ട. നിന്റെ ശരീരത്തിന്റെ ആരോഗ്യം ഇപ്പൊ ഇങ്ങനൊക്കെ ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാകും, വേണ്ട, വിചാരപ്പെടണ്ട. അതും എടുത്തു പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു വിചാരപ്പെടണ്ട. എന്ത് കഴിക്കും, എന്ത് ഉടുക്കും, എവിടെ താമസിക്കും, വാടക വീട്ടിലാണ് ഇത്രയും നാളായിട്ട് കഴിയുന്നത്, എന്നാ എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു കൂര എൻ്റേതായിട്ടുണ്ടാകുന്നത് എന്ന വിചാരപ്പെടലുണ്ടോ? വിചാരപ്പെടണ്ട. അതും എടുത്തു പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു വിചാരപ്പെടണ്ട. നാളത്തെ കാര്യം, എല്ലാവർക്കും ഉത്കണ്ഠയുള്ള കാര്യം, അതിനെ ചൊല്ലി വിചാരപ്പെടാമോ? കർത്താവ് പറയുന്നു, അതും എടുത്തു പറഞ്ഞിട്ട് പറയുന്നു നാളത്തെക്കുറിച്ച് നീ വിചാരപ്പെടണ്ട
എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ഭയപ്പെടണ്ട, വിചാരപ്പെടണ്ട. ഈ രണ്ട് കാര്യങ്ങളും കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞ് വ്യക്തിപരമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭയം മാറിപ്പോവും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സുവിശേഷങ്ങളില് കർത്താവിനെ കണ്ട് ചിലര് ആരാന്ന് തിരിച്ചറിയാതെ ഇതൊരു ഭൂതമാണോ എന്നൊക്കെ പേടിച്ച് അന്നേരത്തെ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് ആകെ വിഷമിച്ചും പേടിച്ചും ഭയപ്പെട്ടും ആശങ്കാകുലരായപ്പോഴും കർത്താവ് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞപ്പോ പൊടുന്നനെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറിപ്പോയതുപോലെ പല ഭാഗങ്ങളുണ്ട്, നമ്മൾ അതെടുത്ത് വായിക്കുന്നില്ല. അവരുടെ മനസ്സിൽ നിന്ന് കർത്താവ് ഭയപ്പെടണ്ട എന്നൊരു വാക്ക് പറഞ്ഞപ്പോ പെട്ടെന്ന് അവരുടെ ഭയം മാറിപ്പോയി. ആ സ്ഥാനത്ത് ആഹ്ലാദവും സന്തോഷവും ധൈര്യവും വന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്നും കർത്താവിൽ നിന്ന് ഈ വാക്കുകൾ കേൾക്കുക, നമ്മുടെ വ്യക്തിപരമായിട്ട് കേൾക്കുക, പൊതുവായ ഒരു സന്ദേശം കേൾക്കാതെ വ്യക്തിപരമായിട്ട്. അതേ കർത്താവേ, നീ എന്നോട് പറഞ്ഞല്ലോ ഞാനിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന കാര്യം, എൻ്റെ ഇന്ന കാര്യം, നാളെയെക്കുറിച്ചുള്ള ആ കാര്യം, ഇന്നയെക്കുറിച്ചുള്ള ഈ കാര്യം, എൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള എൻ്റെ ആ ചിന്താകുലങ്ങൾ, എൻ്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്താകുലങ്ങൾ, എല്ലാ കാര്യവും ഓരോന്നോരോന്നോരോന്ന് അതൊക്കെയും അവിടുന്ന് അവിടുത്തെ മകൻ എന്നുള്ള നിലയിൽ, മകൾ എന്നുള്ള നിലയിൽ എന്നോട് പറയുന്നല്ലോ, വിചാരപ്പെടണ്ട, ഭയപ്പെടണ്ട എന്ന് പറയുമ്പോ ഞാന് അത് നിന്നിൽ നിന്ന് തന്നെ ഉള്ള ഒരു വാക്കായിട്ട് ഏറ്റെടുത്ത് എൻ്റെ ഹൃദയത്തെ അവിടുത്തെ ഈ വചനത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ച് എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയട്ടെ. ഹൃദയത്തിൽ വിചാരപ്പെടലിന്റെ സ്ഥാനത്ത് സമാധാനം വരട്ടെ. കർത്താവെ, അത് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ അവിടുന്ന് എന്നോട് ഇത് പറയുന്നത് എന്ന് വ്യക്തിപരമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കത് വ്യക്തിപരമായിട്ട് സ്വീകരിച്ചതുപോലെ നമുക്ക് ഈ കാര്യങ്ങളെ എടുക്കാം. നമ്മളിതാ നോക്കുക, ഇവിടെ ഇതാ വിചാരപ്പെടരുത് എന്നൊക്കെ പറയുമ്പോ അവിടെ നമ്മൾ മുമ്പേ വായിച്ച മത്തായി 6:25 എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടുത്ത വാക്യത്തില് കർത്താവ് വേറെ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. 25-ാം വാക്യം 6:25, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴ കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? അങ്ങനെ ആ കാര്യം പോവുക. കർത്താവ് അപ്പോ ഇവിടെ ഇതാ ഒരു ഉദാഹരണത്തിന് ആകാശത്തിലെ പറവകളെ എടുത്തു പറയുന്നു. നമുക്കറിയാം, നമ്മൾ ഒരിക്കലോറ്റോ ഒന്നിലേറെ വട്ടമോ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നു. എന്താ? ആകാശത്തിലെ പറവകളെ നോക്കുക. ആകാശത്തിലെ പറവകളെ നമ്മൾ നോക്കാൻ പറഞ്ഞപ്പം നിങ്ങൾ ഓർത്തോണം, പറവകൾ നമ്മളെ നോക്കുന്നുണ്ട്. പറവകൾ നമ്മളെ നോക്കുന്നുണ്ട്. നമ്മുടെ ഈ ഉദാഹരണത്തിൽ, കഥയിൽ ഒരു ഒരു അച്ഛൻകിളിയും ഒരു അമ്മക്കിളിയും അവര് കൂടൊക്കെ കൂട്ടി ഒരു വൃക്ഷത്തേലിരിക്കുക. വൃക്ഷത്തേലിരിക്കുമ്പോ അവരെന്താ ഭക്ഷണമൊക്കെ കഴിച്ചു, ഇരയൊക്കെ പിടിച്ച് ഇരയൊക്കെ തിന്ന് സുഖമായിട്ട് കൂട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, ആ തണലത്തിരിക്കുമ്പോ പതുക്കെ ആ അച്ഛൻ പക്ഷി ഒരു പാട്ടിന് തുടക്കം ഇട്ടു. ഉടനെ അമ്മ പക്ഷിയും പാട്ട് തുടർന്നു. രണ്ടുപേരും കിളികളുടെ പാട്ട്. രാവിലെയൊക്കെ ഞങ്ങളൊക്കെ ഒരുപക്ഷെ ഈ കിളികളുടെ കളകളാരവം കേട്ടായിരിക്കും പലരും ഉണരുന്നത്. എന്തിനാ ഈ കിളികൾ ഇങ്ങനെ ഇരുന്ന് പാടുന്നത്? വേറെ പണിയൊന്നുമില്ലേ? കിളിക്ക് എന്തിനാ ഈ പാട്ട്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കിളിക്ക് പക്ഷെ പാടാതിരിക്കാൻ ഒക്കുകയില്ല. കിളി എന്താ? കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ പറവയെ നോക്ക്, അതിനെന്തില്ല, അതിന് ഈ വിചാരപ്പെടലില്ല. വിചാരപ്പെടലില്ലാത്തത് കൊണ്ട് അതിനെന്തുണ്ട്? പാട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കഥയില് അച്ഛൻകിളിയും അമ്മക്കിളിയും രണ്ടുപേരും കൂടെ കുറെ നേരം ഇരുന്ന് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് അവര് ആ പാട്ടൊക്കെ നിർത്തി താഴോട്ട് നോക്കിയപ്പോ താഴെ ഒരു വീടാ. ആ വീട്ടിലോട്ട് നോക്കിയപ്പം അച്ഛൻ അങ്ങോട്ട് ഓടുന്നു, അമ്മ ഇങ്ങോട്ട് ഓടുന്നു, പിള്ളേര് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. ഒരു സ്വസ്ഥതയുമില്ല. അപ്പോ ഇവർ രണ്ടുപേരും കൂടെ താഴേക്ക് പിന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇവർക്കൊരു സ്വസ്ഥതയും ഇല്ല, പാട്ടുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വീടിന് തീ പിടിച്ചതുപോലെ അച്ഛനും അമ്മയും പിള്ളേരും ഓട്ടമാ.
സത്യത്തിൽ ഓടേണ്ട കാര്യം വല്ലതും ഉള്ളതായിട്ട് ഈ പൊക്കത്തിലിരുന്ന് വൃക്ഷത്തിന്റെ മുകളിലിരുന്ന് നോക്കുന്ന കിളികൾക്ക് തോന്നുന്നില്ല. വീടിന് തീ പിടിച്ചിരുന്നെങ്കിൽ ഓടിയാൽ മനസ്സിലാകും. ഇത് അങ്ങനൊന്നുമില്ല. ഏതാണ്ടെല്ലാം പറഞ്ഞ് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, കസേര എടുത്ത് തിരിച്ചു വെക്കുന്നു, കലമെടുത്തെറിയുന്നു. ആകെപ്പാടെ പ്രശ്നം. എന്താ ഇത്? അപ്പോ ഈ തള്ളക്കിളി പതുക്കെ അച്ഛൻ കിളിയോട് ചോദിച്ചു, എന്താ ഈ മനുഷ്യരിങ്ങനെ? നമുക്ക് രണ്ടുപേർക്കും നമ്മൾ പാട്ടുമൊക്കെ പാടി ഇവിടെ ഇരിക്കുന്നു. ഇവർ ഈ പാട്ടൊന്നും പാടുന്നില്ലെന്ന് തന്നെയല്ല, ഇത്രയും വിചാരപ്പെട്ട് ഇങ്ങനെ അങ്ങ് ക്ലേശിക്കുന്ന എന്താ? നമ്മളെക്കാളും വലിയ ആളുകളാണ് ഈ മനുഷ്യരെന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മളെക്കാളും വലിയ ജീവികളാണ്. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം. നമ്മളെക്കാൾ എന്തെല്ലാം രീതിയിൽ. ശരീരം കൊണ്ടാണേലും കൈകളുണ്ട്, കാലുകളുണ്ട്, ബുദ്ധിയുണ്ട്, വീട് വെക്കുന്നു, വണ്ടി ഓടിക്കാനറിയാം. നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. നമുക്കാകെ നമ്മുടെ 2 ചിറകുണ്ട്, അതും അടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാനും അറിയാം. ഒരിടത്ത് ഇരിക്കുമ്പോൾ പാട്ട് പാടാനും അറിയാം. ഇത്രയേ നമുക്ക് അറിയുള്ളൂ. ഇവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളെക്കാൾ എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവര് ഈ വാലിന് തീ പിടിച്ചതുപോലെ, മനുഷ്യന് വാലില്ല എന്നാലും കിളികൾ തമ്മിൽ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു എന്ന് ഉദാഹരണത്തിന് നമുക്ക് പറയാം. ഇവരിങ്ങനെ വാലിന് തീ പിടിച്ച പോലെ ഇങ്ങനെ ആകുല ചിന്തയോടെ ഭാരപ്പെടുന്നത് എന്തിനാണ് എന്ന് അമ്മക്കിളി അച്ഛൻ കിളിയോട് ചോദിച്ചു. ഉടനെ അച്ഛൻ കിളി പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഭാര്യമാരെന്നെല്ലാം ചോദിക്കുമ്പം പെട്ടെന്ന് മറുപടി പറയരുതല്ലോ, ആലോചിച്ച് വേണമല്ലോ കൃത്യമായിട്ട് മറുപടി പറയാൻ. കാര്യം തന്നോട് ഒരു അഭിപ്രായം ചോദിച്ചിരിക്കുക. അതുകൊണ്ട് അച്ഛൻ കിളി ഇച്ചിരി നേരം ഒന്ന് നോക്കിയിരുന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അതേ, എനിക്ക് തോന്നുന്നത് നമുക്കാരുണ്ട്? നമുക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. അതുപോലെ ഈ മനുഷ്യർക്കൊരു പക്ഷേ സ്വർഗത്തിൽ ഒരു പിതാവ് ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ഓടുന്നതും ആശങ്കപ്പെടുന്നതും എന്ന് പറഞ്ഞു. ഉടനെ അമ്മക്കിളി പറഞ്ഞു, ശരിയായിരിക്കും. നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് കൊച്ചു ജീവിതമാണ്. കൊച്ചൊരു കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ. എങ്കിലും നമ്മളെ നടത്തുന്ന ഒരു ദൈവം, ഒരു പിതാവായിട്ട് നമുക്കുണ്ട് എന്നൊരു ധൈര്യമൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് എവിടെ ഇരുന്നാലും പാട്ട് വരും. ഇവർക്ക് അങ്ങനെ ഒരു പിതാവില്ലാത്തോണ്ടായിരിക്കും ഇവര് ഈ നിലയിൽ കിടന്നോടുന്നത് എന്ന് അമ്മക്കിളിയും സമ്മതിച്ച് രണ്ടുപേരും ഒരു ആൻസർ കിട്ടിയതിന്റെ സന്തോഷത്തിൽ വീണ്ടും രണ്ടുപേരും കൂടെ പാട്ട് പാടാൻ തുടങ്ങി. ഇതാണ് കഥ. പ്രിയപ്പെട്ടവരെ, കഥ ഇതാണെങ്കിലും ഇത് കൃത്യം കാര്യമല്ല. കൃത്യം കാര്യം എന്താ? കൃത്യം കാര്യം നമ്മൾ നോക്കുക, ഇവിടെ തന്നെ നോക്കുക. ഇവിടെ കർത്താവ് പറയുന്നത് നോക്കുക. അതിന്റെ 25-ാമത്തെ വാക്യം, ആകാശത്തിലെ പറവുകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. നിക്കണേ, വേഗത്തിൽ വായിച്ചു പോകരുതല്ലേ. അവയെക്കുറിച്ച് എന്താ പറയുന്നത്? കർത്താവ് പറയുന്നത്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും അവരെ നടത്തുന്ന ഒരാളുണ്ട്, പുലർത്തുന്ന ഒരാളുണ്ട്. ആ ആളിലുള്ള വിശ്വാസം കൊണ്ട് അവര് ആ നിലയില് അവര് ആശങ്കപ്പെടുന്നില്ലെന്നാ പറയുന്നത്. ആ ആൾ ആരാ? ആ ആളിനെ പറഞ്ഞേക്കുന്നത് എന്താ? എങ്കിലും സ്വർഗസ്ഥനായ അവയുടെ പിതാവ്. അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല. കിളികളുടെ പിതാവല്ല ദൈവം. നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ കിളികൾ രണ്ടും കൂടെ പറഞ്ഞത് സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ സ്വർഗത്തിലെ പിതാവ് ദൈവം കിളികളുടെ ദൈവം മാത്രമാ. ദൈവം തന്നെ പരിചയപ്പെടുത്തുമ്പം കിളികളുടെ പിതാവെന്നല്ല, അവയുടെ പിതാവെന്നല്ല പറയുന്നത്. മറിച്ച് എന്താ പറയുന്നത്? മനുഷ്യരെ നിങ്ങളുടെ പിതാവ്. അതിൽ നിന്നൊരു ചിന്ത നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, സ്വർഗത്തിലുള്ള വലിയവനായ ദൈവം, ആ വലിയവനായ ദൈവം ഈ കിളികളെയും മൃഗങ്ങളെയും ഒക്കെ പോറ്റുകയും പുലർത്തുകയും ഒക്കെ ചെയ്യുമ്പം അവ സമാധാനമായിട്ടിരിക്കുന്നു. അവയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ദൈവം മാത്രമാണ്. എന്നാലും ആ ദൈവത്തിൽ തങ്ങളെ കരുതുന്നുണ്ട് എന്നൊരു ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ട് അവർ സമാധാനമായിട്ടിരിക്കുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ഒരു പടിയുടെ അവകാശം നമുക്ക് ദൈവത്തിന്റെ മേലുണ്ട്. എന്താ? ദൈവം നമ്മുടെ ദൈവമാണ്, പ്ലസ് അവിടുന്ന് നമ്മുടെ പിതാവുമാണ്.
അല്ലാതെ ദൈവം പറവയുടെ പിതാവല്ല. ഇവിടെ നമ്മൾ കണ്ടല്ലോ, നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞ ആ ഉദാഹരണത്തിൽ കിളികൾ പറഞ്ഞത് തെറ്റാണ്. അവയുടെ പിതാവല്ല, നമ്മുടെ പിതാവാണ്. പക്ഷേ കിളികളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ദൈവം മാത്രമാണ്, അവയുടെ സൃഷ്ടാവ് മാത്രമാണ്. എങ്കിലും അവയ്ക്കുള്ള സന്തോഷവും പാട്ടും നമുക്ക് കൈമോശം വന്നത് എങ്ങനെയാ? അപ്പോ പ്രിയപ്പെട്ടവരെ, കർത്താവിനും അത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഇവിടെ എടുത്തു പറയുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവയിൽ നിന്ന് ഒരു പാഠം പഠിക്കുക, അവയിൽ നിന്നൊരു പാഠം പഠിക്കുക. ഈ കിളികള് അവ വിഷമം വരുമ്പം അവയ്ക്ക് പിതാവല്ല, അവയുടെ സൃഷ്ടാവാണെങ്കിലും അവരെന്ത് ചെയ്യും? അവനിലേക്ക് നോക്കുകയും ആ സൃഷ്ടാവായ ദൈവം അവയെ പോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ഒരു വാക്യം കാണുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 38-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം വളരെ പരിചിതമായ വാക്യമാണ്. കാക്ക കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇയ്യോബ് 38:41. കാക്ക കുഞ്ഞുങ്ങൾ കണ്ടോ, കിളിക്കുഞ്ഞുങ്ങളാ. കിളിക്കുഞ്ഞുങ്ങളിൽ തന്നെ പലർക്കും അത്ര താല്പര്യമില്ലാത്ത കാക്കയുടെ കുഞ്ഞ്. എങ്കിലും ആ കാക്ക കുഞ്ഞ് ഇര കിട്ടാതെ ഉഴന്ന് ആരോടാ നിലവിളിക്കുന്നത്? കരച്ചിൽ ആരോടാ? ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നതാ. ദൈവം തന്നെ തീന് എത്തിച്ചു കൊടുക്കും. അപ്പൊ നോക്കുക, അവയുടെ സൃഷ്ടാവിനോട് ഈ പറവകൾ നിലവിളിക്കുമ്പം അവയ്ക്ക് തീൻ എത്തിച്ചു കൊടുക്കുന്ന, അവയെ കരുതുന്ന ഒരു സൃഷ്ടാവാണ് അവയ്ക്കുള്ളത്. എന്നിട്ട് പോലും അവ തൃപ്തിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് സൃഷ്ടാവ് മാത്രമല്ല, നമ്മുടെ പിതാവ് കൂടെ ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം സന്തോഷിക്കണം, എത്രത്തോളം ധൈര്യമായിട്ടിരിക്കണം, എത്രത്തോളം വിചാരപ്പെടല് ഇല്ലാതെ ഇരിക്കണം. മാത്രമല്ല, ഈ കിളികളെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ പറയാറുള്ള മറ്റൊരു കണക്കൂടെ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം. ഈ വാക്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു ധൈര്യത്തിനും നമ്മുടെ ഒരു ധൈര്യത്തിനും നമ്മുടെ ആശങ്കകൾ മാറാനും വേണ്ടിയാണ്. കണ്ടോ, ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ ഇയ്യോബ് പറയുന്നു, കാക്കക്കുഞ്ഞ് ഇര കിട്ടാതിരിക്കുമ്പം ആരോടാ നിലവിളിക്കുന്നത്? ദൈവത്തോടാ, പിതാവിനോടല്ല, ദൈവത്തോടാ വിളിക്കുന്നത്. ദൈവത്തോടാണ് നിലവിളിക്കുന്നത്. എങ്കിലും ഉടനെ ദൈവം എന്തോ ചെയ്യുന്നു? ദൈവം അവയുടെ കരച്ചില് കേട്ട്, ആ നിലവിളി കേട്ട് അവയെ തൃപ്തിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോ ആ വചനം നമ്മളോട് പറയുന്നത് എന്താ? കണ്ടോ, ഒരു ആത്മാവില്ലാത്ത, കേവലം ഇന്ന് കണ്ട് നാളെ നശിച്ചു പോകുന്ന പറവകളുടെ നിലവിളി പോലും കേൾക്കുന്ന ഒരു സ്വർഗീയ ദൈവമുണ്ടെങ്കിൽ, ആ സ്വർഗീയ ദൈവം നമ്മുടെ പിതാവുമാണെങ്കിൽ നമ്മുടെ നിലവിളി കേൾക്കാതിരിക്കുമോ? തൻ്റെ മക്കളുടെ നിലവിളി കേൾക്കാതിരിക്കുമോ? തൻ്റെ മക്കളുടെ ആവശ്യം നടത്തി കൊടുക്കാതിരിക്കുമോ? ഇല്ല. ഈ ഉറപ്പുള്ളതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആകാശത്തിലെ പറവകളിൽ നിന്ന് ഒരു പാഠം പഠിപ്പീൻ എന്ന് പറയുന്നത്. നമ്മള് പറവകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാനാണല്ലോ. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് വീണ്ടും നമ്മൾ മടങ്ങി വരാം. മത്തായി എഴുതിയ സുവിശേഷത്തിലെ 10-ാം അധ്യായം 29-ാമത്തെ വാക്യത്തില് പിന്നെയും കിളികളെ കുറിച്ചാ പറയുന്നത്. പക്ഷേ ഇവിടെ കിളികളുടെ വിശപ്പിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ദൈവമറിയാതെ, ആ ദൈവം ആരാ? നമ്മുടെ പിതാവാ. 29-ാമത്തെ വാക്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പിതാവായ ദൈവമറിയാതെ ഈ കുരിയിൽ ഒരെണ്ണം പോലും നിലത്ത് വീഴുന്നില്ല എന്നാണ് പറയുന്നത്. ഭക്ഷണമല്ല, അവ നിലത്ത് വീഴുന്നതും അതിൽ സൂക്ഷിക്കുന്നതും സംബന്ധിച്ചുള്ള കാര്യമാണ് ഇവിടെ കണ്ടോ, ഇവിടെയും പറഞ്ഞേക്കുന്നത് കുരികിലിന്റെ പിതാവെന്നല്ല പറഞ്ഞേക്കുന്നത്, മറിച്ച് ആരുടെ പിതാവെന്നാ? നിങ്ങളുടെ പിതാവെന്ന്. അപ്പൊ നമ്മുടെ പിതാവ് കുരികിലിനെ പോലും നിലത്ത് വീഴാതെ സൂക്ഷിക്കുന്നെങ്കിൽ, സഹോദരി,
നമ്മുടെ പിതാവ് നമ്മളെ സൂക്ഷിക്കാതിരിക്കുമോ? പക്ഷെ പലപ്പോഴും നമ്മുടെ ആശങ്കപ്പെടൽ കാണുമ്പം നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊരു പിതാവില്ലാത്തതുപോലെ പറയുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ആശങ്കപ്പെടുന്നതും ഭയപ്പെടുന്നതും വിചാരപ്പെടുന്നതും. ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. കാശിന് 2 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. ഈ ഭാഗത്ത് വിരൽ വെച്ചുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ ഇതാ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തില് ഇതേ കാര്യം തന്നെ ഇവിടെ പറയുമ്പോ അവിടെ 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല എന്ന് കാണുന്നു. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ മത്തായി 10:29 1 കാശിന് 2 കുരികില്. അപ്പൊ ഇവിടെ ഇതാ ലൂക്കോസ് പറയുമ്പം 2 കാശിന് എത്ര കുരികില് വേണം? 1 കാശിന് 2 കുരികില്. അപ്പൊ 2 കാശിന് എത്ര കുരികില് വേണം? 4 കുരികിലിനെ കിട്ടിയാ മതി, പോരെ? പക്ഷെ ഇവിടെ ലൂക്കോസ് പറഞ്ഞേക്കുന്നത് എന്താ? 5 കുരികില്. അതെങ്ങനെയാ വന്ന്? കണക്ക് തെറ്റിയോ? കണക്ക് തെറ്റിയില്ല. വേദപണ്ഡിതന്മാര് പറയാറുള്ളത് ഇങ്ങനെയാണ്: 1 കാശിന് 2 കുരികിലിനെ കൊടുക്കും. എന്നാൽ ഒരാള് 2 കാശ് കൊടുത്ത് 4 കുരികിലിനെ വാങ്ങിക്കുമ്പം 5-ാമതൊരു കുരികിലിനെ ഈ വിൽക്കുന്ന ആളെന്ത് ചെയ്യും? വിൽക്കുന്ന ആൾ ഒരു സംഭാവനയായിട്ട് വില കൂടാതെ കൊടുക്കും. നമ്മൾ ചിലപ്പോൾ കടയിൽ ചെന്നൊരു സാധനം കൂടുതൽ വാങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇരിക്കട്ടെന്ന് പറഞ്ഞ് ഒരെണ്ണം വെറുതെ തരും. എന്ന് പറഞ്ഞതുപോലെ വെറുതെ കൊടുക്കുന്നതാണ് ഈ 5-ാമത്തെ കുരികിൽ. ആ 5-ാമത്തെ കുരികില് അതിനെ പോലും, അത് നിലത്ത് വീണാൽ പോലും ദൈവം എന്ത് ചെയ്യുന്നില്ല? അതിനെക്കുറിച്ച് കൺസേൺ ആകാതിരിക്കുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ സംക്ഷേപിക്കാം. നമ്മൾ ഭയപ്പെടണ്ട, വിചാരപ്പെടണ്ട. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറവകളെ നോക്കുക, അവയിൽ നിന്ന് പാഠം പഠിക്കുക. പറവയിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം എന്ന് പറയുന്നത് പറവകളുടെ പിതാവല്ല, പറവകളുടെ സൃഷ്ടാവ് മാത്രമാണ് ദൈവം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിതാവ് കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ പറവകളെ കരുതുന്നെങ്കിൽ നമ്മളെ എത്ര കരുതും? അതും ആ പറവകൾ എന്താ? വിലയില്ലാത്ത 5-ാമത്തെ കുരികിലിനെ പോലും നിലത്ത് വീഴാൻ സൃഷ്ടാവായ ദൈവം വിസമ്മതിക്കുമെങ്കിൽ, അതിനെ കാത്തുകൊള്ളുമെങ്കിൽ, കണ്ടോ, വിലയില്ലാത്തതാണ്. ഇത്രയും വിലയുള്ള നമ്മളെ അവിടുന്ന് സൂക്ഷിക്കാതിരിക്കുമോ? ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നമ്മുടെ ആശങ്കകള് മാറിപ്പോകും, നമ്മുടെ ഭയങ്ങൾ മാറിപ്പോകും എന്ന് കർത്താവ് കരുതിയാണ് ഇതെല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്, 6-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അവിടെ തന്നെ കണ്ടോ, 12-ന്റെ 7-ാമത്തെ വാക്യം ഈ 5-ാമത്തെ വെറുതെ കിട്ടിയ കുരികിലിനെ പോലും ദൈവം കരുതുന്നു എന്ന് പറഞ്ഞേച്ച് അതിനോട് ചേർത്ത് പറയുന്നു, നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു, ആകയാൽ ഭയപ്പെടണ്ട. തലയിലെ മുടി എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരം, നമ്മൾ പോലും അറിയുന്നില്ല. എങ്കിൽ പോലും ദൈവം അതിനെ അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും മൈന്യൂട്ടസ്റ്റായ കാര്യങ്ങളെക്കുറിച്ച് പോലും നമ്മുടെ സ്വർഗീയ പിതാവ് കൺസേൺ ആണ്. അവിടത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തയുണ്ട്, അവിടുന്ന് അതിനെക്കുറിച്ച് കരുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിനേക്കാൾ കവിഞ്ഞ് ഭംഗിയായിട്ട് എങ്ങനെയാണ് കർത്താവിന് പറയാൻ കഴിയുക? ഇത്രയും വചനങ്ങളെല്ലാം തന്നിട്ടുള്ളപ്പോഴും നമ്മൾ പലപ്പോഴും എന്ത് ചെയ്തു പോകുന്നു? ആശങ്കപ്പെട്ടും ഭാരപ്പെട്ടും ആകുല ചിന്തപ്പെട്ടും പോകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവവചനത്തിന്റെ ആ സത്തയിലേക്ക് മടങ്ങി വരാം. നമ്മൾ അങ്ങനെ ഭാരപ്പെടേണ്ടതായിട്ടില്ല. നമുക്ക് വീണ്ടും മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് 6-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. ആ പർവ്വത പ്രസംഗത്തില് കർത്താവ് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ 33-ാമത്തെ വാക്യം, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകപ്പാടെ എന്ത് ചെയ്താൽ മതി? 33-ാം വാക്യം, 6-ന്റെ 33, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ,
അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നൊരു ഉറപ്പും നമുക്ക് തന്നിരിക്കുക. നമ്മൾ വിചാരപ്പെടണ്ട, പക്ഷേ നാളത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഒക്കെ ശരിയാവും. ഇന്നത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശരിയാവും. ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശരിയാവും. അതൊക്കെ ദൈവം തന്നോളും. അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ എന്തോ ചെയ്താൽ മതി? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ മതി. അതോടുകൂടെ ഇതൊക്കെയും കിട്ടും. അല്ലാതെ നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുല ചിന്തപ്പെടണ്ട എന്ന് മാത്രം അങ്ങ് പറഞ്ഞ് അവിടെ അങ്ങ് വാതിലടക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മൾ എന്തിനെക്കുറിച്ച് കൺസേൺ ആയിരിക്കണം? അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി എന്ന് വെച്ചാൽ ദൈവത്തോട് ആയിരിക്കണം മുമ്പേ നമ്മുടെ കടപ്പാട്. മുമ്പേ, അറ്റ് ഫസ്റ്റ്, തുടക്കത്തിൽ, ആദ്യത്തിൽ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി. നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളാണ്. എങ്കിലും ഞാനിത് പറയുന്നത് പുതുതായിട്ട് പല പ്രിയപ്പെട്ടവരും നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഈ ഒരു സഭയിലെ കർത്താവിനെ സ്വീകരിച്ച് അങ്ങനെ മുന്നോട്ട് വന്നാൽ പിന്നെ ഭക്ഷണത്തെക്കുറിച്ച് വിചാരപ്പെടണ്ട, എന്തുടുക്കുമെന്ന് വിചാരപ്പെടണ്ട, ഏത് തലയ്ക്ക് മുകളിൽ സ്വന്തമായിട്ടൊരു കൂര ഉണ്ടാകുമോ ഇല്ലയോ എന്ന് വിചാരിച്ച് ആശങ്കപ്പെടണ്ട എന്നൊക്കെ പറയുമ്പം ഒന്നും വേണ്ട, എല്ലാം കിട്ടിക്കോളും എന്നാണോ ഈ പറയുന്നത്? അല്ല. മുമ്പേ നമ്മൾ എന്തോ വേണം? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കുന്നവർക്കാണ് ഇതെല്ലാം കിട്ടുന്നത്. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ മുമ്പേ ദൈവിക കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തിന് ജീവിതത്തിൽ, കർത്താവിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് കർത്താവിനെ ഹൃദയത്തിന്റെ നാഥനും രക്ഷകനുമായിട്ട് കൈക്കൊണ്ട്, ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ കർത്താവിനായിട്ട് ജീവിക്കും എന്നുള്ള നിലയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ, ഇതൊക്കെ കിട്ടുകയുള്ളൂ എന്ന കാര്യമാണ് ഈ 33-ാം വാക്യം നമ്മളോട് പറയുന്നു. ഇന്ന് ഇതേവരെ കർത്താവിനെ ആ നിലയിലെ ജീവിതത്തില് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചിട്ടില്ലാത്ത ആരെങ്കിലും പുതുതായിട്ട് വന്നവര് ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകുല ചിന്തപ്പെടണ്ട, ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. പക്ഷേ അതെല്ലാം ദൈവം നിവർത്തിച്ചോളും. പക്ഷേ എന്ത് വേണം? നിങ്ങൾ മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ജീവിതത്തിൽ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ആത്മീയ കാര്യത്തിന് മുൻഗണന നൽകണം. മുമ്പേ അവന്റെ രാജ്യവും നീതി, അറ്റ് ഫസ്റ്റ്, ആദ്യം അത്. അതിനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോ നമ്മുടെ ബാക്കി കാര്യം വലിയവനായ ദൈവം ചെയ്തുകൊള്ളും. ഇതാണ് ബൈബിള് മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം. ഇതാരാ പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തു തന്നെ തിരുവായി മൊഴിഞ്ഞു പറഞ്ഞതാ. കർത്താവ് പറഞ്ഞ വചനത്തിൽ നിന്ന് അവിടത്തേക്ക് പുറകോട്ട് പോകാൻ ഒക്കുകയില്ലല്ലോ. അതുകൊണ്ട് ഈ വചനങ്ങളെ സ്വീകരിക്കുക, നിങ്ങളുടെ ജീവിതത്തെ കർത്താവിനായിട്ട് കൊടുക്കുക. അതൊരു മഠയത്തരമല്ല, അതാണ് ഏറ്റവും ബുദ്ധിയുള്ള ഒരു കാര്യം. ഓക്കെ, നമ്മളിൽ പലരും, ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും ആ നിലയിൽ കർത്താവിനെ സ്വീകരിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചോ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക. നമ്മൾ വെളിയിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അവരോട് സുവിശേഷം പറയുമ്പോൾ എന്തു പറയും? ഈ വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കും. നിങ്ങൾ ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട, മുമ്പേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ എല്ലാം കിട്ടും, എല്ലാം ഒന്നിനെ കുറിച്ചും വിഷമിക്കണ്ട, ചിരിച്ചോണ്ട്, എന്തോ നമ്മുടെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ചുമ്മാ ചിരിച്ചോണ്ട് അങ്ങ് നടന്നാൽ മതി, ദൈവം ഉണ്ട്, മേളിലുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ചിരിച്ചുകൊണ്ട് നടക്കാൻ പറയുന്ന നിന്റെ എന്റെയും ജീവിതത്തിൽ എത്രത്തോളം ചിരിയുണ്ട്? ആ കാര്യത്തെ നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ? നമ്മളിത് മറ്റുള്ളവരോട് പറയുന്നു, നമ്മൾ സുവിശേഷം ആളുകളോട് പറയുന്നു. ഈ സുവിശേഷം അംഗീകരിച്ചാൽ, കർത്താവിനെ സ്വീകരിച്ചാൽ നിന്റെ ജീവിതം മുഴുവൻ ഭദ്രമായി. മുൻപേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ കിട്ടും. പിന്നെ വിചാരപ്പെടാതെ, ഭാരപ്പെടാതെ, സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് നടന്നാൽ മതി. ശരിയാണ്, ടെക്നിക്കലി കറക്റ്റാണ്. പക്ഷെ പ്രായോഗികമായിട്ടോ? പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണോ എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ ഒരു ദിവസം ഒരു സഹോദരൻ എന്നോട് പറയുമായിരുന്നു, ബ്രദറെ ഇതൊക്കെ ശരിയാ, നിങ്ങൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് നടക്കുമായിരിക്കും, നിങ്ങൾ ചിലപ്പം എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും അങ്ങനെ വർക്കൗട്ട് ആകുന്നില്ല. സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞതാ.
ശരിയല്ലേ? നമുക്ക് എത്ര പേർക്ക് നെഞ്ചത്തെ കൈവച്ച് പറയാൻ കഴിയും, ഇതൊക്കെ എന്നെ സംബന്ധിച്ച് 100% ശരിയാണ്, എനിക്കൊരു ഭാരവുമില്ല, ആകുല ചിന്തയില്ല, ഭയപ്പെടലില്ല, എൻ്റെ ദൈവം എന്നെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് നടക്കും. അങ്ങനെ പറയുന്ന ആളുകളും പ്രായോഗിക തലത്തിൽ പലപ്പോഴും ഭാരപ്പെട്ടും നിരാശപ്പെട്ടും പോകുന്നെങ്കിൽ എന്താ കാര്യം? അത് എന്താ എന്താ കാണിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിശദമായിട്ട് പറയാനായിട്ട് നമുക്ക് സമയമില്ല. നമുക്ക് ഇങ്ങനെ ആ കാര്യത്തെ പറയാം. നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിലും, നമ്മൾ കർത്താവിനായിട്ട് നമ്മുടെ ഹൃദയം കൊടുത്തെങ്കിലും, കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ നാഥനും കർത്താവുമായിട്ട് നമ്മൾ വാഴിച്ചെങ്കിലും, നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് എവിടെയാണ്? ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുമ്പം പല നിലയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരാം. നമ്മളിപ്പോഴും മനുഷ്യര് തന്നെയാണ്. ഇപ്പോഴും നമ്മൾ ഈ ലോകത്ത് നമ്മളും പത്രം വായിച്ചിട്ട് അയ്യോടെ ഇതൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞ് മറ്റു പലരെ പോലെ വിഷമിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ ഒക്കുകയില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമില്ലായ്മയായി പോകും. ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം ചുറ്റുപാടുമുള്ള പല നമ്മുടെ സ്വൈര്യം കെടുത്തുന്ന ആശങ്കയിലേക്ക് നമ്മളെ തള്ളിവിടുന്ന പലതും നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ചിന്തയിലേക്കും വരാം. അത് സ്വാഭാവികമാണ്. എന്നാൽ അവിടെ നമ്മൾ കരുതേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം? പ്രിയപ്പെട്ടവരെ, ഈ ചിന്തകൾ നമ്മൾ എന്ത് വേണം? നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ നമ്മളൊരു തൃത്വമാണല്ലോ. നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം, അവിടുന്ന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞതുപോലെ ഒരു തൃത്വമാണെന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും, വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികൾ ഓരോരുത്തരും എന്താണ്? ഒരു തൃത്വമാണ്. നമ്മിൽ 3 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1 നമ്മുടെ ആത്മാവ്, 2 നമ്മുടെ ദേഹി. ഈ ദേഹിയിലാണ് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഒക്കെ വരുന്നത്. 3 നമ്മുടെ ജഡം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പല നിലയിലുള്ള വിചാരങ്ങളും വൈകാരികമായി നമ്മളെ ഇളക്കുന്ന കാര്യങ്ങളും നമ്മുടെ ചിന്തയിലേക്ക് വരാം, നമ്മുടെ ദേഹിയിലേക്ക് വരാം. ദേഹിയിലേക്ക് അങ്ങനെ വരുന്ന ഓരോ സന്ദർഭത്തിലും നമ്മൾ ആ ചിന്തകളെ എന്ത് ചെയ്യണം? നമുക്ക് ഒന്നുകിൽ ആ ചിന്തകളെ നമ്മുടെ ജഡത്തിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൽ വയ്ക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മളൊരു തൃത്വമാണ്, നമ്മുടെ ദേഹിയാണ് അതിന്റെ മധ്യത്തിലുള്ളത് എന്ന് കരുതുക. എങ്കിലും 3 ഘടകങ്ങളുണ്ട്. ദേഹി, അവിടെ ചിന്തകളും വികാരങ്ങളും. ഓക്കെ, അതിനെ ഒരു വശത്ത് ജഡത്തിൽ നമുക്ക് വയ്ക്കാം. നമ്മൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെതായ ആ സ്വാധീനങ്ങളുള്ള ജഡത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ഈ ചിന്തകളെ നമ്മുടെ ജഡത്തിൽ വെക്കാം. ജഡത്തിൽ വെച്ചാൽ എന്താ പ്രശ്നം? ജഡത്തിൽ വെച്ചാൽ നമ്മള് ലോകമനുഷ്യരെ പോലെ തന്നെ നമ്മൾ നിരാശപ്പെട്ടു പോകും. നമ്മൾ ആകുല ചിന്തയുള്ളവരായി പോകും. നമ്മള് ഭയപ്പെടുന്നവരായി പോകും. അതേസമയം നമുക്ക് നമ്മുടെ ദേഹിയിൽ വരുന്ന ഈ കാര്യങ്ങളെ, ഈ ചിന്തകളെ, ഈ വൈകാരികമായ ഇളക്കങ്ങളെ നമുക്ക് എവിടേക്ക് കൊണ്ടുപോകാം? നമ്മുടെ ആത്മാവിൽ വയ്ക്കാം. നമ്മുടെ ആത്മാവ് ലോകമനുഷ്യന്റെ ആത്മാവ് പോലല്ല. നമ്മൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ അതുവരെ മരിച്ചു കിടന്ന നമ്മുടെ ആത്മാവ് സജീവമായി, നമ്മൾ ജീവനുള്ളവരായി, ആത്മാവിൽ ജീവനുള്ളവരായി. ഈ ആത്മാവിൽ എങ്ങനെയാ ജീവൻ വന്നത്? കർത്താവിനെ നമ്മൾ സ്വീകരിച്ചപ്പോ അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് കർത്താവ് നമ്മുടെ ആത്മാവിൽ വസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആത്മാവിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അപ്പോ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ ജഡത്തിലേക്ക് പോകാതെ, ഈ ചിന്തകളും ഈ വികാരങ്ങളുമായിട്ട് ജഡത്തിലേക്ക് പോകാതെ, ഈ ചിന്തകളെയും വികാരങ്ങളെയും തോന്നലുകളെയും നമ്മുടെ പ്രശ്നങ്ങളെയും ഒക്കെ ആരിലേക്ക് കൊണ്ടുവരണം? ആത്മാവിലുള്ള ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന്റെ മുൻപാകെ വയ്ക്കുമ്പോൾ എന്തുണ്ടാകും? ആ വിചാരപ്പെടൽ മാറിപ്പോകും, ആശങ്കകൾ മാറിപ്പോകും, ഭാരങ്ങള് അത് ബാഷ്പീകരിച്ച് അത് ഉയർന്നു പോകും, ഇല്ലാതായി തീരും. അതുകൊണ്ട്
അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നേരം വെളുത്ത് എണീക്കുമ്പോൾ മുതൽ രാത്രിയിൽ കിടക്കുന്നവരെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നേരെ വരാം. അവയെ വെറുതെ വിടല്ലേ. അവയെ ആളുകളുടെ വിചാരം എന്താ? വിശ്വാസികളായ ആളുകളും ഈ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് ലോകമനുഷ്യരെ പോലെ തന്നെ, ലോകമനുഷ്യർ പ്രതികരിക്കുന്ന പോലെ തന്നെ ജഡത്തില് അവരതിനെ കൊണ്ടുവന്ന് വെച്ച് ആശങ്കപ്പെടുന്നതും ഭാരപ്പെടുന്നതും എല്ലാം ഈ ജഡത്തിലേക്ക് വെച്ചാണ് അവര് ദുഃഖിതരായി തീരുന്നതും ആങ്ഷ്യസ് ആകുന്നതും ആശങ്കപ്പെടുന്നതും ഒക്കെ. എന്നാൽ മറിച്ച് അതിനെ ആത്മാവിൽ വെക്കുക, ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുക, ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരു ശീലമാക്കുക. അങ്ങനെ ശീലമായി വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ സമയവും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ കഴിയും. നമ്മുടെ ജീവിതം വിജയകരമായ ഒരു ജീവിതമായിരിക്കും. അല്ലെങ്കിൽ നിരന്തരം ഇങ്ങനെയുള്ള ചിന്താകുലങ്ങളാൽ തോൽപ്പിക്കപ്പെട്ട് നിരാശപ്പെട്ടും വ്യാകുലപ്പെട്ടും ഉള്ള ഈ രക്ഷയുടെ സന്തോഷം വേണ്ടതുപോലെ ഇല്ലാത്ത ഒരു ജീവിതമായി പോകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ജീവിതമായി പോകരുത്. ലോക മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ഒരു തെറ്റായ മാതൃകയാകരുത്. കർത്താവിന്റെ ഒരു നല്ല സാക്ഷികളാകണം. ഈ നല്ല സാക്ഷികളാകാൻ എന്താ കഴിയുന്നത്? എങ്ങനെ അതിന്റെ പ്രായോഗിക തലം? നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള ഒരു വാക്യം റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. സഹോദരന്മാരെ, ഞാൻ 12-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ, ആ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സരി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. അതുപോലെ ലോകത്തിന് അനുരൂപമാകാതെ, 2-ാം വാക്യം നോക്കുക, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. മൈൻഡ്, ചിന്ത, ദേഹി, ഇതിനെ നമ്മൾ എന്ത് വേണം? അതിനെ പുതുക്കണം. ഇവിടെ കണ്ടോ, ഇവിടെ ഈ റോമർ 12-ന്റെ 1-2 വാക്യങ്ങളില് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ജഡത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ, 1-ാമത്തെ വാക്യത്തിൽ. 2 ദേഹിയെക്കുറിച്ച് പറയുന്നുണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. 11-ാമത്തെ വാക്യത്തിലേക്ക്, 12-ന്റെ 11-ാം വാക്യത്തിൽ അവിടെ ആത്മാവിനെ കുറിച്ചും പറയുന്നുണ്ട്, 3-ാമത്തെ ഘടകത്തെക്കുറിച്ചും പറയുന്നുണ്ട്, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. കണ്ടോ, നമ്മള് റോമിലെ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോ അവിടെയുള്ളവരോട് പറയുന്ന ഈ അധ്യായത്തിന്റെ ചുരുക്കം നമുക്കിങ്ങനെ പറയാം: പ്രിയ സഹോദരിമാരെ, നിങ്ങള് ഒരു തൃത്വമാണ്. നിങ്ങൾക്ക് ശരീരമുണ്ട്, ജഡമുണ്ട്, നിങ്ങൾക്ക് മനസ്സുണ്ട്, ദേഹിയുണ്ട്, നിങ്ങൾക്ക് ആത്മാവുമുണ്ട്. അങ്ങനെ 3 ഘടകങ്ങളുണ്ട്. പലപ്പോഴും ഈ ലോകത്തെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ ആ മനസ്സിനെ ജഡത്തിൽ വെക്കാതെ ആത്മാവിൽ വയ്ക്കുക. ആത്മാവിൽ ആരുടെ സാന്നിധ്യമുണ്ട്? വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ആത്മാവിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട്. പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നമ്മിൽ വസിക്കുന്നു. ആ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുമ്പം ശിഷ്യന്മാര് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭയപ്പെടണ്ട എന്ന കർത്താവിന്റെ ഒരൊറ്റ വാക്കിന് മുമ്പിൽ അവരുടെ ഭയം മാറി അവര് സന്തോഷഭരിതരായതുപോലെ നമ്മുടെ ജീവിതത്തിലും സന്തോഷം കൈവരുന്നത് നമുക്ക് കാണാനായിട്ടും അനുഭവിക്കാനായിട്ടും ഒക്കും. ഒരു രംഗം കൊണ്ട് ഈ കാര്യം കഴിഞ്ഞില്ല. പിന്നെയും നമ്മള് രാവിലെ പത്രം വായിച്ചപ്പോഴാ ചില ആശങ്കാകരമായ കാര്യങ്ങൾ വന്നത്. അത് ആത്മാവിൽ വെക്കുക. അത് കഴിഞ്ഞ് വണ്ടിയെടുത്ത് ഓഫീസിലേക്ക് പോകുമ്പോഴാണ് മറ്റു ചില കാര്യങ്ങൾ വരുന്നത്. അല്ലാതെ ഒരു കാര്യം കൊണ്ട് അന്നത്തെ കാര്യം കഴിഞ്ഞില്ല. പല പല കാര്യങ്ങൾ പിന്നെയും വരും, മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ ആത്മാവിൽ വെക്കുന്നത് ഒരു ശീലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആ നിലയിലാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ ആത്മാവിൽ വെക്കുമ്പോൾ നമ്മൾ എന്തോ പറയുന്നത്? കർത്താവെ, ഞാൻ മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയുമാണ് അന്വേഷിക്കുന്നത്. അല്ലാതെ ജഡത്തിന്റെ ആ നിലയിലുള്ള ലോക മനുഷ്യര് പോകുന്നത് പോലെയുള്ള ആ ഒരു
ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്നെ രൂപപ്പെടുത്തിയ ഈ ലോകത്തിന്റെ മൂല്യങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ ഈ രംഗത്ത് എന്ത് ചെയ്യും? മുമ്പേ നിന്റെ രാജ്യവും നീതി അന്വേഷിക്കും, നിന്റെ അടുത്തേക്ക് തന്നെ ഞാൻ ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരും എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പലതും, ഭാരങ്ങൾ പലതും ആവി പോലെ ഇല്ലാതെയാകും. നമ്മുടെ ഭയങ്ങൾ പലതും ഇല്ലാതെയാവും. നമ്മുടെ ആശങ്കകൾ പലതും ഇല്ലാതെയാകും. ഇതേ കാര്യം തന്നെ പത്രോസ് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താ പത്രോസ് പറഞ്ഞത്? നമ്മളുടെ ആശങ്കകളും ഈ കാര്യങ്ങളും ഒക്കെ കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പത്രോസ് പറയുക, അവന്റെ മേൽ ഇട്ടുകൊള്ളുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അവൻ നിന്നെ പുലർത്തും. നമുക്കറിഞ്ഞുകൂടാത്ത എന്തോ ഒരു പുതിയ കാര്യമല്ല ഇവിടെ പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ശീലമുണ്ടോ? ഓരോ തവണയും ഇത് അവന്റെ മേലിട്ട് ഭാരങ്ങൾ ഒഴിഞ്ഞവരായിട്ട് ജീവിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടോ? അങ്ങനെ അതൊരു ശീലമായി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൂടി വരും. നമ്മളൊരു വിജയകരമായ ഒരു ജീവിതം ജീവിക്കുന്നവരാകും. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും പരാജയപ്പെട്ട, നിരാശാഭരിതമായ, ആശങ്കാകുലമായ ഒരു ജീവിതം ജീവിക്കുന്നവരായി പോകും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആത്മാവിലേക്ക് ഇതിനെ കൊണ്ടുവന്ന്, കർത്താവിൻ്റെ അടുത്തേക്ക് ഇതിനെ കൊണ്ടുവന്ന് ഭാരം യഹോവയുടെ മേൽ ഇട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞ് സന്തോഷമുള്ളവരായിട്ട് ജീവിക്കുന്നതിന് പകരം ജഡത്തിൽ ജീവിച്ചാൽ എന്തോ പറ്റും? ജഡത്തിൽ ജീവിച്ചാൽ അങ്ങനെ കുറെ നാൾ കഴിയുമ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ ശരിയാ, സഭയിൽ പോകുന്നു എന്നുള്ളതൊക്കെ ശരിയാ, നമ്മൾ പലപ്പോഴും അറിയാതെ തന്നെ ഒരു പിന്മാറ്റത്തിലേക്ക്, ഇതിന്റെ ക്രിസ്തീയതയുടെ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടവരായിട്ട്, കർത്താവിലുള്ള വിശ്വാസം കൈമോശം വന്നവരായിട്ട് നമ്മൾ മാറിപ്പോകും. ഞാൻ പെട്ടെന്ന് ഒരൊറ്റയാളുടെ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നിങ്ങൾ പൗലോസ് സാധാരണ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ അകത്തുള്ള വലിയ വലിയ ആശയങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് പൗലോസിൻ്റെ 3 ലേഖനങ്ങളിൽ നിന്ന് പൗലോസ് ആ ലേഖനങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം ഓരോരുത്തരെ അഭിസംബോധന ചെയ്യുന്ന, ഓരോരുത്തരുടെ ക്ഷേമം അന്വേഷിക്കുന്ന, സാധാരണ നമ്മൾ വായിക്കാത്ത ഒരു 3 വാക്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് ഫിലേമോന്റെ പുസ്തകം. ഫിലേമോൻ എവിടെയാ? ഒറ്റ അധ്യായമുള്ള ഒരു പുസ്തകമാണ്, എബ്രായർക്ക് തൊട്ടു മുമ്പിലുള്ളത്. തീത്തോസിനും എബ്രായർക്കും ഇടയിലുള്ള ഫിലേമോൻ 24-ാമത്തെ വാക്യം നോക്കുക. 24-ാമത്തെ വാക്യം: എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചെയ്യുന്നു. ഇവിടെ കണ്ടോ, ഫിലേമോന് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ വന്ദനങ്ങൾ പറയുമ്പം അവിടെ പലരെ കുറിച്ച് പറയുന്നുണ്ട്. മർക്കോസ്, അരിസ്തക്കോസ്, ദേമാസ്, ലൂക്കോസ്, പലരെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഒറ്റയാളെ മാത്രം നോക്കാം. ദേമാസ് എന്ന് പറഞ്ഞ ഒരാൾ. ദേമാസിനെ കുറിച്ച് ഇവിടെ പറയുമ്പം ദേമാസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ലൂക്കോസിനെ കുറിച്ച് പറയുന്നത്. ലൂക്കോസിനെ കുറിച്ച് ഒടുവിലാ പറയുന്നത്. ലൂക്കോസിന് മുമ്പിലാണ് ദേമാസിനെ കുറിച്ച് പറയുന്നത്. ഈ ഫിലേമോനുള്ള ഈ ലേഖനം ഏതാണ്ട് AD 64 തുടക്കത്തിലോ മറ്റോ എഴുതിയെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അപ്പോ ദേമാസിനെ കുറിച്ചുള്ള ആദ്യ പരാമർശം ഇവിടെയാ കാണുന്നത്. ആദ്യ പരാമർശത്തിൽ ദേമാസിനെ ലൂക്കോസിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ മറ്റൊരു വാക്യം നോക്കുക, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം അതും വന്ദനങ്ങളാണ്. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഫിലേമോൻ 24 പറഞ്ഞ 2 പേരും ഇവിടെ ഉണ്ട്. ആരൊക്കെ ഉണ്ട്? ദേമാസും ഉണ്ട്, ലൂക്കോസും ഉണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പം ദേമാസ് 2-ാമതായി, പൗലോസിന്റെ ഹൃദയത്തിൽ ഒന്നാമനായി? ലൂക്കോസ് ഒന്നാമനായി. എന്ന് തന്നെയല്ല, ലൂക്കോസിനൊരു വിശേഷണവും കൊടുക്കുന്നു. ഡിയർ ലൂക്ക്, പ്രിയ ലൂക്ക് എന്നൊരു വിശേഷണവും കൊടുക്കുന്നു. ദേമാസിനെ കുറിച്ച് നമ്മൾ കാണുന്ന 2-ാമത്തെ
വാക്യമാണിത്. AD 64 മറ്റേ ലേഖനം എഴുതി. അത് കഴിഞ്ഞാണ് ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എഴുതിയതെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഇനി ഒരിടത്ത് മാത്രം കൂടെ ഈ ദേമാസിനെ കുറിച്ച് പറയുന്നുള്ളൂ. അവസാനം ദേമാസിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം 2 തീമത്തിയോസിലാണ് നമ്മൾ കാണുന്നത്. 2 തീമത്തിയോസ് അതിൻ്റെ 4-ാം അധ്യായത്തില് അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. കണ്ടോ, ദേമാസിനെ കുറിച്ച് ഇവിടെ പറയുന്നു. എന്നിട്ട് അതിന്റെ 11-ാം വാക്യത്തിൽ വരുമ്പോൾ ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. കണ്ടോ, ഒരു മനുഷ്യന്റെ ജീവചരിത്രം 3 കൊച്ചു വാക്യങ്ങളിൽ കോറിയിട്ടിരിക്കുക. ആരുടെ ജീവചരിത്രം? ദേമാസ് എന്നൊരാളുടെ ജീവചരിത്രം. ഇതിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. ദേമാസിനെ കുറിച്ച് ആദ്യം പൗലോസ് പറയുമ്പോൾ ദേമാസിന്റെ സ്ഥാനം എവിടാ? ലൂക്കോസിനും മുമ്പാ. എന്ന് വെച്ചാൽ അന്ന് ദേമാസ് എന്തായിരുന്നു? നിരന്തരം ഈ വിശ്വാസത്തിലും പൗലോസിന്റെ കൂടെ പോകുന്ന ആളാ. പൗലോസിനിൽ നിന്ന് പല കാര്യങ്ങൾ കേൾക്കുന്നു. അതൊക്കെ ശരിയാണെന്ന് സമ്മതിച്ച് വിശ്വാസത്തോടെ, ദൈവത്തിലുള്ള പ്രത്യാശയോടെ, കൃപയിൽ തന്നെ താൻ നിൽക്കുക. അപ്പൊ ദേമാസിനെ ഓർക്കുമ്പം പൗലോസിന് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഫിലേമോന്റെ ലേഖനം 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വരുമ്പോൾ ആദ്യം തന്നെ ദേമാസിനെ കുറിച്ച് പറയുന്നു. ലൂക്കോസിനേക്കാൾ മുമ്പേ പറയുന്നു. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴോ ഈ ദേമാസിന് എന്തോ പറ്റി? അവൻ ആശങ്കയും പല നിലയിലുള്ള ആങ്സൈറ്റിയും ആകുല ചിന്തയും ഭയങ്ങളും ഒക്കെ വന്നിട്ട് തൻ്റെ ഭാരങ്ങൾ ദൈവത്തിന്റെ മേൽ വെച്ച്, കർത്താവിൽ വെച്ച് ആ ഭാരങ്ങൾ ഒഴിഞ്ഞ് യഥാർത്ഥ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാതെ വന്നപ്പോൾ അവൻ അറിയാതെ തന്നെ പുറകോട്ട് പോവുക. അങ്ങനെ പുറകോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പം പൗലോസ് എഴുതുമ്പം ഇവിടെ എന്താ? ദേമാസിന്റെ സ്ഥാനം ഒന്നാമതെന്നുള്ളിടത്തു നിന്ന് ലൂക്കോസിന്റെ പുറകിലോട്ട് വരുന്നു, ലൂക്കോസ് മുന്നോട്ട് വരുന്നു എന്ന് തന്നെ അല്ല, ലൂക്കോസിന് പ്രിയൻ എന്നൊരു വിശേഷണവും അവിടെ കൊടുക്കുന്നു. കണ്ടോ? അപ്പോ ദേമാസ് എന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് 3 വാക്യങ്ങളേ ഉള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് ഒന്നാമത് പറഞ്ഞ വാക്യത്തിൽ പൗലോസിന്റെ ഏറ്റവും അടുത്ത ആളാണ്. രണ്ടാമത് പറഞ്ഞ വാക്യത്തിൽ അല്പം അകലെയാണ്. മൂന്നാമത് പറഞ്ഞ വാക്യം എന്ന് പറയുമ്പോൾ 2 തീമത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. 2 തീമത്തിയോസ് പൗലോസിന്റെ ഏറ്റവും ഒടുവിലത്തെ ലേഖനമാണ്. AD 67 മറ്റോ എഴുതിയതാണ്. അവിടെ വന്നപ്പോ എന്താ പറയുന്നത്? ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. ആ പിന്മാറ്റം പൂർണ്ണമായി. കണ്ടോ, ഒരു മനുഷ്യന്റെ ജീവചരിത്രം മുഴുവൻ 3 വാക്യങ്ങളിൽ എഴുതിയിട്ടിരിക്കുന്നു. ഈ 3 വാക്യങ്ങൾ ചേർത്ത് നമ്മള് അയാൾക്ക് എന്താ സംഭവിച്ചത് എന്ന് കണ്ടെത്തുക. ആരാണത്? ദേമാസ് എന്നൊരാളാണ്. തുടക്കത്തിൽ അദ്ദേഹം നല്ല നിലയിലായിരുന്നു, പൗലോസിനോടൊപ്പം ഉണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ പല തരത്തിലുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കർത്താവിന്റെ മേലിട്ട് തന്റെ ആത്മാവിൽ അതിനെ വെച്ച് ഭാരമൊഴിഞ്ഞവനായിട്ട് പൗലോസിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിച്ചു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പം 2-ാമത്തെ വാക്യത്തിൽ വന്നപ്പം കുറച്ച് പുറകോട്ട് പോയി. 3-ാമത്തെ വാക്യത്തിൽ വന്നപ്പം ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി, പൂർണ്ണമായ ഒരു പിന്മാറ്റത്തിലേക്ക് പോയി. ഇതെന്താ കാണിക്കുന്നത്? ഈ പുറകോട്ട് പോക്ക് ദേമാസ് കൊലോസ്യ ലേഖനം 2-ാമത്തെ ആ ലേഖനത്തിൽ നിന്ന് വെച്ച്, ഫിലേമോന്റേതാണ് 1-ാമത്തേത്, 2-ാമത്തേത് കൊലോസ്യ ലേഖനം. ആ ലേഖനത്തിൽ വെച്ചെങ്കിലും ദേമാസ് തന്റെ ഈ പുറകോട്ട് പോക്കിനെ തിരിച്ചറിഞ്ഞ് അവൻ യഥാസ്ഥാനപ്പെട്ടെങ്കിൽ ഈ 2 തീമോഥെയോസ് 4:10 ആ ദയനീയമായ ഒരു വാക്യം ദേമാസിനെ കുറിച്ച് രേഖപ്പെടുത്തുമായിരുന്നില്ല. എന്താണത്? ദേമാസ് എന്നെ വിട്ട് ലോകത്തിലേക്ക് പോയി, ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടു പോയി എന്ന് പറയുന്ന വാക്യം. പ്രിയപ്പെട്ടവരെ, വേദപണ്ഡിതന്മാർ പറയുന്നത് ദേമാസ് ഏതാണ്ടോ മദ്യപാനവും ഒക്കെ ആയിട്ട് അങ്ങ് ലോകക്കാരനായി പോയെന്നല്ല, മറിച്ച് പൗലോസിനെ പോലെ ആ തീഷ്ണതയോടെ മുന്നോട്ട് നടക്കുന്ന ഒരാളോടൊപ്പം നിൽക്കാനൊക്കാതെ
പോയി കളഞ്ഞു, പരാജയപ്പെട്ടു പോയി, പിന്മാറ്റത്തിലേക്ക് പോയി. ദൈവത്തിലുള്ള ആദ്യം ഉണ്ടായിരുന്ന ആ ധൈര്യവും സന്തോഷവും കൈമോശം വന്നു. അതിനെയാണ് കാണിക്കുന്നത്. ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്തുമാകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 3 വാക്യങ്ങളിൽ നിന്ന് ഒരാളുടെ ജീവചരിത്രം നമ്മൾ മനസ്സിലാക്കുക. ഫിലേമോൻ 24, കൊലോസ്യ ലേഖനം, 2 തീമോത്തിയോസ്, പുറകോട്ട് പോക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് വേണം? നമുക്ക് എപ്പോഴെങ്കിലും ഒരു നിരാശയോ ഭാരമോ ഒക്കെ വന്ന് നമ്മളിപ്പോ സ്ഥിരം പല ദിവസങ്ങളായിട്ട് അങ്ങ് നിരാശയിലാണ് ഇരിക്കുന്നതെങ്കിൽ, പല ദിവസങ്ങളായിട്ട് ഭാരത്തിലായിരിക്കുന്നതെങ്കിൽ നമ്മളൊരു അപകടത്തിലാണ്. നമ്മൾ ഇതെല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് വീണ്ടും ധൈര്യത്തിലേക്കും സന്തോഷത്തിലേക്കും വിശ്വാസത്തിലേക്കും വരിക. വിശ്വാസമുണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ. കാര്യങ്ങൾ എങ്ങനെ വന്നാലും. ദാനിയേലിന്റെ പുസ്തകത്തില് നമ്മള് ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാരെ കുറിച്ച് കാണുന്നുണ്ടല്ലോ. അവരെന്താ പറയുന്നത്? അവര് പറയുന്നത് അവർക്ക് അതിന്റെ മുമ്പിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവരെ ഇപ്പൊ തീയിലിട്ട് കൊല്ലും എന്ന് വന്നു. നെബൂഖദ്നേസർ അങ്ങനെ കൽപ്പിച്ചു. സ്വർണബിംബത്തെ നിങ്ങൾ ആരാധിക്കുകയില്ല അല്ലേ, എന്നാൽ നിങ്ങളെ ഇപ്പൊ തീയിലിട്ട് കൊല്ലും എന്ന് പറഞ്ഞു. ഉടനെ അവരെന്താ പറയുന്നത്? ആ ബാലന്മാര് പറയുന്നത്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. അഥവാ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യല? ഇതിനെ നമസ്കരിക്കുകയില്ല. കണ്ട ഒരു നിലപാടാ. ആ നിലപാടിലേക്ക് എങ്ങനാ വരാൻ ഒക്കുന്നത്? ദിവസം തോറും ദൈവമുമ്പാകെ നിലനിന്നുകൊണ്ടേ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഈ നിലയിൽ നേരിടാൻ നമുക്കും കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അല്ലാതെ പെട്ടെന്നൊരു അത്ഭുതം പോലെ ആ നിലയില് ക്രിസ്തീയതയ്ക്കെതിരെ ഒരു ഭീഷണി വരുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ഇപ്പോഴേ നമ്മൾ ഇത് ശീലിക്കണം. ദൈവത്തോട് അടുത്ത് നിൽക്കണം.